Okay, hi guys. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. നമ്മൾ ഇതിന് മുന്നേ ലീനിയർ കോമ്പിനേഷൻ എന്താണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ലീനിയർ സ്പാൻ ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ, വെക്ടർ സ്പേസ് എന്താക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വെക്ടർ സ്പേസിൽ കുറച്ച് വെക്ടേഴ്സിന്റെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ, വെക്ടർ സ്പേസിന്റെ സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടേഴ്സിനെ എങ്ങനെയാണ് ലീനിയർ ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത്, ഇൻഡിപെൻഡൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മൾ അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെക്ടർ സ്പേസ് വി എന്ന് പറഞ്ഞ ഒരു വെക്ടർ സ്പേസിന് x1 x2 എക്സെട്ര x എന്ന് പറഞ്ഞ ഒരു വെക്ടേഴ്സിന് എടുത്തിട്ടുണ്ട്. വെക്ടേഴ്സ് വിയിൽ എലമെന്റ്സ് ആണ്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് ഒരു സബ്സെറ്റ് ഉണ്ടാക്കാം അല്ലെ. അപ്പൊ വിന്റെ ഒരു സബ്സെറ്റ് എസ് ഉണ്ട്. ഈ എസ്സിലെ ഈ വെക്ടേഴ്സ് എപ്പോഴാണ് ലീനിയർ ഡിപ്പെൻഡൻസ് ഇൻഡിപെൻഡൻസ് ആണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ എടുത്തിരിക്കുന്ന സബ്സെറ്റിലെ വെക്ടേഴ്സിനെ കൊണ്ടിട്ട് ഒരു ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ എങ്ങനെ എടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക അല്ലെ. അപ്പോൾ α1 x1 പ്ലസ് α2 x2 പ്ലസ് എക്സെട്ര പ്ലസ് α(n) xn അതായിരുന്നു നമ്മുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ. ഇവിടെ നിന്റെ സ്കേലേഴ്സ് ആണ് α1 α2 എക്സെട്ര ആൽഫാനുകളാണ് ഞാൻ ലീനിയർ കോമ്പിനേഷൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള സ്കേലേഴ്സ്. അപ്പം എന്റെ ലീനിയർ കോമ്പിനേഷൻ ഞാൻ ഫോം ചെയ്ത ലീനിയർ കോമ്പിനേഷൻ ഞാൻ ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ഇനി എങ്ങനെയാണ് ഡിപ്പെൻഡൻസി പറഞ്ഞ് നോക്കാം. എന്നിട്ട് ലീനിയർ കോമ്പിനേഷനെ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയല്ലോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ 0 ഉണ്ട് അല്ലെ. ഇത് ഞാൻ α1 α2 α(n) വേണ്ടി സോൾവ് ചെയ്ത് ഇക്വേഷൻ അല്ലേ. അപ്പോ അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് α1 α2 α(n) സ്കേലേഴ്സിന്റെ വാല്യൂസ് ആണ് കാണാൻ പോകുന്നത്. അങ്ങനെ കാണുമ്പോൾ α1ഉം നമ്മളെടുത്ത സ്കേലേഴ്സ് എല്ലാം 0 ആയാൽ മാത്രമേ ഈ ഒരു ഇക്വേഷനെ, ഈ വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റൂ എന്നാണെങ്കിൽ നമ്മൾ ആ സെറ്റിനെ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ അതിനെ LI, ലീനിയർ ഇൻഡിപെൻഡൻസിനെ LI എന്നാണ് ഷോർട്ട് ഫോം ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. ആ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ലീനിയർ കോമ്പിനേഷനെ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുകയും അതിന് നമ്മളെടുത്ത് കറസ്പോണ്ടിങ് സ്കേലേഴ്സിന്റെ സൊല്യൂഷൻ കാണുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ എന്താ, ഈ നമ്മളെടുത്ത സ്കേലേഴ്സ് എല്ലാം 0 ആകുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെ ലീനിയർ കോമ്പിനേഷനെ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആ സെറ്റ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് എന്നാണ് പറയാം. ഓക്കെ, അതേപോലെ ലീനിയർ ഡിപ്പെൻഡന്റ് നോക്കുക. ഇത് x1 x2 ഒക്കെ സ്കേലേഴ്സ് വെക്ടേഴ്സ് ആണ്, ഫംഗ്ഷനുകളാവാം, അതുപോലെ n ടെപ്പിളും 2 ടെപ്പിളും 3 ടെപ്പിളും ഒക്കെ ആവാം. അപ്പൊ അതിനനുസരിച്ച് ആൽഫാന് നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇവിടുന്ന് ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ജനറൽ സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ സോൾവ് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് കൂടുതൽ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ആൽഫ1 ആൽഫ2 ഒക്കെ സോൾവ് ചെയ്യുക, അപ്പൊ എക്സാമ്പിളുകളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം മനസ്സിലാവും ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് എന്താണ് ലീനിയർ ഇൻഡിപെൻഡന്റിന്റെ ഒരു സെറ്റ് ലീനിയർ ഇൻഡിപെൻഡന്റ് ആവുന്ന ഡെഫിനിഷൻ. ലീനിയർ കോമ്പിനേഷൻ 0നോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്കേലേഴ്സ് എല്ലാം 0 എന്നാൽ മാത്രമേ നമുക്കൊരു സൊല്യൂഷൻ പോസിബിൾ ഉള്ളൂ. അങ്ങനത്തെ സെറ്റിനെയാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാത്തൊരു സൊല്യൂഷൻ പോസിബിൾ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ആൽഫകൾ, ഏതെങ്കിലും ഒരു ഏതൊരു α1 α2 ഏതെങ്കിലും ഒരു ആൽഫകളെങ്കിലും നമുക്ക് 0 അല്ലാണ്ട് ഒരു നമ്പർ 0 അല്ലാത്തൊരു അതർ നമ്പർ നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് ലീനിയർ കോമ്പിനേഷൻ 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയാം. ഓക്കെ, അത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഇഫ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഇക്വേഷൻ ലീനിയർ കോമ്പിനേഷൻ 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്ത ഇക്വേഷനില് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ, അതായത് ഈ ആൽഫകളൊക്കെ 0 ആയ സൊല്യൂഷനാണ് നമ്മൾ എന്താ പറയാ, ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പൊ ഏതെങ്കിലും ഒരു ആൽഫായി 0 അല്ലാത്തൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടെങ്കിൽ, ഇഫ് എക്സ് ഇസ് എ നോൺ trivial solution for α1 etc α(n), that is at least one of alpha is not 0, ഏതെങ്കിലും ഒരു ആൽഫായി 0 അല്ലാത്തൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ സെറ്റിനെ നമുക്ക് ലീനിയർലി ഡിപ്പെൻഡന്റ് സെറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡൻസിയും ഡിപ്പെൻഡൻസിയും നമ്മൾ എങ്ങനെയാ പറയാ, നമ്മൾ കയ്യിലുള്ള വെക്ടേഴ്സിന്റെ സെറ്റിനെ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ കാണുന്നു. ആ ലീനിയർ കോമ്പിനേഷനെ 0നോട് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കാണുന്നു. അവിടെ കിട്ടുന്ന സൊല്യൂഷൻ, ആ സ്കേലേഴ്സിന്റെ സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിപെൻഡൻസി പറയുന്നത്. ആ ആൽഫായികളെല്ലാം 0 ആകുമ്പോൾ മാത്രമേ നമുക്ക് 0നോട് ഇക്വേറ്റ് ചെയ്യുന്ന സൊല്യൂഷൻ കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് എന്നും, ആ വെക്ടേഴ്സിന് നമുക്ക് എല്ലാ ആൽഫായികളും 0 അല്ലാണ്ട് ആൽഫായികൾ അതർ സംഖ്യകൾ വെച്ചിട്ട് നമുക്ക് ആ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ കഴിയും, അതിനെ 0നോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ ലീനിയർലി ഡിപ്പെൻഡന്റ് സെറ്റ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ,
അതുകൊണ്ട് if അടുത്ത റിമാർക്കിൽ നോക്കാം this a set x1 x2 etc xn of vectors or vector space is linearly independent if for any scalars alpha ഈ ഒരു സ്കേലാസിന് xnന്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ 0 എപ്പോഴാവുന്നത് നമുക്ക് ഈ ലീനിയർ കോമ്പിനേഷൻ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റി അത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താ ഈ ആൽഫകളെല്ലാം 0 ആണെങ്കിൽ ഇത് നമ്മൾ ലീനിയർലി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ലീനിയർലി ഡിപ്പെൻഡന്റ് എന്ന് പറയും ഇൻഡിപെൻഡന്റ് എന്ന് പറയും അതേപോലെ ഡിപ്പെൻഡന്റ് ആവണമെങ്കിൽ എന്താവണം ഈ ഏതെങ്കിലും ആൽഫയിൽ അറ്റ്ലീസ്റ്റ് വൺ നോട്ട് ഓൾ സീറോ അതായത് ഏതെങ്കിലും ഒന്ന് നോൺ സീറോ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ലീനിയർ കോമ്പിനേഷനെ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ലീനിയർലി ഡിപ്പെൻഡന്റ് സെറ്റ് എന്ന് പറയും നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ അല്ലെ ഇനിയൊരു റിമാർക്ക് എന്ന് പറയുന്നത് if one of the vectors of above set of vector xi 0 അത് നമ്മൾ നേരത്തെ ഒരു സെറ്റ് എടുത്തു അല്ലെ എന്താ നമ്മൾ ഈ സെറ്റ് x1 x2 etc xn വെക്ടർ സ്പേസിന്റെ ഒരു സബ്സെറ്റിലെ ആ സെറ്റുകൾ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണോ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് നോക്കിയത് അല്ലെ ഇനി നമുക്ക് ഒരു കാര്യം ഡയറക്റ്റ് പറയാൻ കഴിയും എന്താണ് നമ്മളുടെ ഏതെങ്കിലും ഒരു സെറ്റില് ഈ വെക്ടറിൽ സീറോ വെക്ടർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് എടുത്തിട്ട് അതാണ് ലീനിയർലി ഡിപ്പെൻഡന്റോ ഇൻഡിപെൻഡന്റോ നോക്കുന്നത് അല്ലെ അപ്പോൾ ഡിപ്പെൻഡൻസി ചെക്ക് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സെറ്റ് ഓഫ് വെക്ടേഴ്സിൽ സീറോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും സീറോ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും അതൊരു ലീനിയർ ഡിപ്പെൻഡന്റ് സെറ്റ് ആയിരിക്കും സീറോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റും അതെന്തായിരിക്കും ഓക്കെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു എക്സൈൽ അറ്റ്ലീസ്റ്റ് ഒരു സീറോ ഉണ്ടെന്ന് കഴിക്കാം ഓക്കെ ഇത് നമുക്കൊരു ആൽഫ നോട്ട് ഈക്വൽ ടു സീറോ എടുക്കാം ഏത് ഈ xiനെ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ആൽഫ 1 x1 അല്ല പറയാം അപ്പോൾ ഈ സീറോ എടുത്തിരിക്കുന്ന xiന്റെ ആൽഫ മാത്രം നമുക്ക് നോൺ സീറോ എടുക്കുകയും ബാക്കി എല്ലാ ആൽഫകളും നമുക്ക് എന്തെടുക്കാം സീറോയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് സീറോ ഇക്വേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലെ അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റിൽ ഏതെങ്കിലും ഒരു വെക്ടർ സീറോ വെക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സീറോ വെക്ടർ ഉണ്ടായ സീറോ വെക്ടറിന്റെ പ്രത്യേകത എന്താ അതിന് ഏതൊരു സ്കാലർ സ്കാലർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എന്താണ് അത് സീറോ ആയിരിക്കും വരിക അല്ലെ അതല്ലേ സീറോ വെക്ടറിന്റെ പ്രത്യേകത അപ്പോ ഇവിടെ നമ്മൾ എടുക്കുന്ന സെറ്റിൽ ഏതെങ്കിലും ഒരു xi സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ഈ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോഴുള്ള ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്ന xiന്റെ സ്കാലാർ കോമ്പിനേഷൻ അതായത് xiനെ ഏത് സ്കാലാറിന്റെ പ്രൊഡക്റ്റ് ചെയ്യുന്നത് ആ സ്കാലാർ മാത്രം നോൺ സീറോ എടുത്തിട്ട് ബാക്കി എടുക്കുന്ന എല്ലാ ആൽഫ ജെകളെയും എന്ത് ചെയ്യുക സീറോ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് സ്കാലാർസ് കിട്ടി അല്ലെ അത് അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് സീറോ കൊണ്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും ആണല്ലോ ഇപ്പൊ നോക്കാം നമ്മൾ നേരത്തെ എടുത്തു പോയ x1 x2 xn വരെയുള്ള സെറ്റ് എടുത്തു അതിനെ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിരുന്നു അല്ലെ ആൽഫ 1 x1 പ്ലസ് എക്സെട്ര ആൽഫ xn ഈക്വൽ ടു 0 ആണ് അപ്പൊ എന്താണ് നമുക്ക് ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ആൽഫ സൊല്യൂഷൻ നമുക്ക് കിട്ടിയാൽ മതി ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ആൽഫൈകൾ അതിനെന്തായത് എല്ലാ ആൽഫൈകളും സീറോ അല്ലാണ്ട് എല്ലാ ആൽഫൈകളും സീറോ ആവാണ്ട് നിന്നാൽ മതി അല്ലെ അങ്ങനെ ഒരു സെറ്റ് ഓഫ് സൊല്യൂഷൻ കിട്ടി കഴിഞ്ഞാൽ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ് നമ്മുടെ വെക്ടേഴ്സ് എന്ന് പറയാം അല്ലെ അപ്പൊ ഇവിടെ നോക്കുക ആൽഫ 1 x1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ xn ഈക്വൽ ടു 0 എന്ന് കിട്ടി ആണല്ലോ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി നമ്മൾ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സീറോ അല്ലാത്തൊരു സീറോ നമുക്ക് ഒറ്റ സീറോ വെക്ടർ ഉള്ളൂ ആ സീറോ വെക്ടറിന്റെ ഇതാ ഈ സീറോ വെക്ടർ ഉണ്ട് ബാക്കി x1 xi മൈനസ് 1 xi പ്ലസ് 1 ആയിട്ട് അവിടെ വരിക xn വരെയുള്ള സംഖ്യകളിലൊക്കെ സ്കാലാർ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്കാലാറിനെ ഞാൻ സീറോ എടുത്തു എന്നിട്ട് ഏതിനെ മാത്രം ഞാൻ നോൺ സീറോ ആക്കി നമ്മളൊരു സീറോ വെക്ടറിന്റെ സ്കാലാറാണ് മൾട്ടിപ്ലൈ ചെയ്യണല്ലോ ആ സ്കാലാർ മാത്രം നോൺ സീറോ എടുത്ത് അപ്പോൾ ഞാൻ സീറോയിൽ ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എടുത്ത് അതിലൊരു വെക്ടർ സീറോ ആണല്ലേ അപ്പൊ എനിക്കൊരു സൊല്യൂഷൻ അവിടെ കിട്ടിയില്ല എന്ത് എല്ലാ ആൽഫ ജെകൾ മൊത്തം സീറോ ആകെ ഒറ്റ ആൽഫ മാത്രം നോൺ സീറോ ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടി അല്ലെ അപ്പൊ എനിക്ക് ഈ വെക്ടേഴ്സിനെ സീറോനോട് ഇക്വേറ്റ് ചെയ്യാനും പറ്റി അപ്പോ ഇതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും നമുക്കൊരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട് ആ വെക്ടേഴ്സിൽ സീറോ വെക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡിപ്പെൻഡൻസി ഒറ്റയടിക്ക് വരാം അത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും അപ്പോൾ സീറോ വെക്ടർ നമുക്ക് സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്നത് ഡിപ്പെൻഡൻസി ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഒറ്റ കാര്യം ഫസ്റ്റ് നോക്കിയാൽ മതി സീറോ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും ഓക്കെ സീറോ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് ബാക്കിയുള്ള ലീനിയർ കോമ്പിനേഷനെ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻ കാണേണ്ട ആവശ്യമുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് പറയാം any set of vectors containing zero vector is linearly dependent ഓക്കെ അപ്പൊ അതിന്റെ ഒരു സാധനം മനസ്സിലായല്ലോ അല്ലെ നമ്മൾ സീറോ വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്കേലാർ മാത്രം നോൺ സീറോ എടുത്തിട്ട് ബാക്കി എല്ലാ സ്കേലാറിനും സീറോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷനും നമുക്ക് സീറോനോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ
ഞാൻ അടുത്തൊരു റിമാർക്കാണ്. ഇഫ് എ സെറ്റ് ബി കൺസിസ്റ്റ് ഓഫ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വെക്ടേഴ്സ് then B is called linearly independent if every finite subset of B is linearly independent. അല്ലെ, നമ്മളിപ്പോ ഇവിടെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സ്കാലാർ ഒക്കെ നമ്മുടെ മുന്നിൽ ഫൈനൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു വെക്ടർ സ്പേസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള വെക്ടർ സ്പേസുകളുണ്ട് അല്ലെ. അപ്പൊ അതിലൊരു സബ്സെറ്റിൽ നമുക്ക് എന്ത് പറയാം, ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള ഒരു സബ്സെറ്റ് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന വെക്ടർ സ്പേസിന്റെ സബ്സെറ്റ് ബി ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഡിപെൻഡൻസി ഇൻഡിപെൻഡൻസ് നോക്കാന്ന് പറഞ്ഞാല് എന്ത് ചെയ്താൽ മതി, നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് എവരി ഫൈനൈറ്റ്, ആ ബിയുടെ ഏതൊരു ഫൈനൈറ്റ് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയാൽ മതി. ഓക്കെ, അപ്പൊ ഒരു ഇൻഫൈനൈറ്റ് നമ്പർ ഉള്ള ഒരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിപെൻഡൻസി ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, അതിന്റെ ഏതൊരു ഫൈനൈറ്റ് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും ആ ഫൈനൈറ്റ് സബ്സെറ്റ് നമുക്കറിയാം എങ്ങനെ ഡിപെൻഡൻസി ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യാം അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ കോമ്പിനേഷനെ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ അതിൽ ഏതൊരു ഫൈനൈറ്റ് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതൊക്കെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് ആ ഇൻഫൈനൈറ്റ് നമ്പർ ഉള്ള സബ്സെറ്റ് ബി നമുക്ക് എന്ത് പറയാം, അതിനെ ലീനിയർലി ഇൻഡിപെൻഡന്റോ ഡിപെൻഡന്റോ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മളൊരു ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ് എടുത്ത് അതിലൊരു സബ്സെറ്റ് എടുത്ത് ആ സബ്സെറ്റ് തന്നെ നമുക്ക് എന്തായി ചെറിയൊരു ഫൈനൈറ്റ് സബ്സെറ്റ് എടുത്തിട്ട് അതിനെ നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ അത് ലീനിയർലി ഡിപെൻഡ്, ഏതെങ്കിലും ഒരു വെക്ടർ ഒരു സബ്സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് കാണിച്ചാൽ നമുക്ക് എന്ത് പറയാം, ആ വലിയ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള ആ സബ്സെറ്റ് മൊത്തമായിട്ട് എന്താ ലീനിയർലി ഡിപെൻഡന്റ് എന്ന് പറയാം. ഓക്കെ, അങ്ങനത്തെ ആ ഒരു ഹയർ ലെവലിലേക്ക് നമ്മൾ പോകുന്നില്ല, നമുക്ക് ഇവിടെ ഫൈനൈറ്റിൽ നിന്ന് മാത്രമാണ് നമ്മുടെ സിലബസ് നമ്മളത് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് എക്സാമ്പിളിലേക്ക് പോവാം അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ തിയറും സാധനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞ് നമുക്ക് ഇനി അതിന്റെ തിയററ്റിക്കൽ ഭാഗം കഴിഞ്ഞ് നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ ഭാഗങ്ങളെ കുറിച്ച് പോയേക്കാം. കുറച്ച് എക്സാമ്പിൾ അല്ലെ. നേരത്തെ നമ്മൾ x1 x2കളൊക്കെയാണ് എന്തെടുത്തിരിക്കുന്നത് എക്സാമ്പിൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഇവിടെ നമ്മൾ എക്സാമ്പിൾ എടുത്ത് ചർച്ച ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനൊരു സബ്സെറ്റ് എസ് എടുത്തു 1 0 0 1. 1 ഇതെന്താ ട്യൂട്ടപ്പിൾ ആണ്. ഇത് ഏതാ ട്യൂട്ടപ്പിൾ ഉള്ള വെക്ടർ സ്പേസ് ഏതായിരുന്നു, R2. R2ലെ ഒരു സബ്സെറ്റ് ആണ് 1 0 0 1, രണ്ട് എലമെന്റ് ഒരു സബ്സെറ്റ്. ഇത് ലീനിയർലി ഡിപെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ ആണ്. അപ്പൊ അത് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് വേണം, ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കണം. അപ്പൊ α1 ഫസ്റ്റ് എലമെന്റ് 1 0 പ്ലസ് α2 0 1, ഇതിനെ ഞാൻ 0 ഇക്വേറ്റ് ചെയ്യും. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, α1 α1 വരും, ഇവിടെ 0 വരും, അപ്പൊ α1 തന്നെ വരും. ഇവിടെ 0 പ്ലസ് α2 അപ്പൊ α1 α2 0. ഇവിടെ നമുക്ക് എന്ത് വരും, α1 α2 0 ആണെങ്കിൽ ഈക്വൽ 0 വരുന്ന ആകെ ഒറ്റ കേസുകൾ എന്ത് വരണം, α1 0 ആണ് α2 0 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി, നമുക്ക് കിട്ടിയിരിക്കുന്ന എസ് എന്ന് പറയുന്ന സെറ്റിനെ സീറോയിലേക്ക് ലീനിയർ കോമ്പിനേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആകെ പോസിബിൾ ആയിട്ട് നമുക്ക് എന്താ കിട്ടുക, α1 α2 നമ്മള് സ്കേലാസ് 0 ഉള്ള ഒരു സൊല്യൂഷൻ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തായി, നമ്മൾ എടുത്തിരിക്കുന്ന ഈ സെറ്റ് എന്താണ്, ഇത് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് കിട്ടി. ഇതേപോലെ തന്നെ നമ്മളിവിടെ ഇതെന്താ E1 E2 അല്ലെ, 1 0 0 1 അല്ലെ. ഇവിടെ നമ്മൾ ഇതേപോലെ സ്റ്റാൻഡേർഡ് നേരത്തെ എടുത്ത പോലെ തന്നെ ഇനി നമ്മൾ ചർച്ച ചെയ്ത എക്സാമ്പിൾ ആണ് E1 E2 En അല്ലെ. E1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു എൻടപ്പിൾ ആയിരിക്കും, അതിന്റെ ഫസ്റ്റ് പൊസിഷനിൽ മാത്രം 1 ബാക്കിയൊക്കെ 0. E2 എന്ന് പറഞ്ഞാൽ അതൊരു എൻടപ്പിൾ ആയിരിക്കും, അതിന്റെ സെക്കൻഡ് പൊസിഷനിൽ എന്തായിരിക്കും 1 ആയിരിക്കും, ബാക്കിയൊക്കെ 0 ആയിരിക്കും. അങ്ങനെ സിമിലർലി En വരെ പോലെ ഇവിടെ ഉണ്ട് E1 ഫസ്റ്റ് പൊസിഷനിൽ 1 ബാക്കിയൊക്കെ 0, ഇവിടെ എൻടപ്പിൾ ആണ് അല്ലെ. E2 ഇതേപോലെ തന്നെ. ഓക്കെ, ഇനി ഇതിന് നമുക്ക് ഇത് എന്താന്ന് കാണിച്ചാൽ മതി, jth കോർഡിനേറ്റ് ഈസ് ഡെഫിനിഷൻ അല്ലെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കാണിച്ചാൽ മതി, ഇതിന്റെ ഡിപെൻഡൻസിയാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ എന്തെടുക്കാൻ വേണ്ടി ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നു. അപ്പൊ ലീനിയർ കോമ്പിനേഷൻ എന്താ പറയുക, α1 E1 പ്ലസ് α2 E2 പ്ലസ് എക്സെട്ര αn En ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. എന്നിട്ട് ഇതിൽ നമ്മളെ എന്ത് ചെയ്യാൻ പോകുന്നത്, സൊല്യൂഷൻ കാണാണ്. E1 E2 എന്താന്നൊക്കെ കൊടുത്തപ്പോൾ എന്താ ഫസ്റ്റ് പൊസിഷനിലാണ് 1, ബാക്കിയൊക്കെ 0 ആണ്. അപ്പൊ ഇവിടെ α1 മാത്രം. അപ്പൊ ഇത് എങ്ങനെയാ വരിക, α1 α2 എക്സെട്ര αn അല്ലെ. ഇത് സോൾവ് ചെയ്താൽ ഇങ്ങനെയല്ലേ വരുള്ളൂ. ഇത് ഈക്വൽ ടു 0 ആണെങ്കിൽ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, എന്താ α1 α2 ആൽഫാനുകളൊക്കെ 0. അപ്പൊ എന്താ ഈ സെറ്റുകൾ E1 E2 എക്സെട്ര E എന്ന് പറഞ്ഞ സെറ്റുകൾ എന്താണ്, വെക്ടേഴ്സിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് ആ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇവിടെ എന്തായി ആൽഫാനുകൾ 0 ആകുമ്പോൾ R2ലെ ഈ സെറ്റ് എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇനി നമുക്ക് തരാനുള്ളത് ഷോ ദാറ്റ് ഒരു പ്രോബ്ലം ആണ്. നമുക്ക് രണ്ട് വെക്ടേഴ്സിനെ തന്നിട്ടുണ്ട്. ഇത് ഏഴ് എലമെന്റ്സുകളാണ്. നമുക്ക് വേണമെങ്കിൽ R3ലെ എലമെന്റ് എന്ന് പറയാം അല്ലെ. എന്താ 3 ടെബിൾ ആണുള്ളത്. അപ്പൊ R3ലെ രണ്ട് എലമെന്റ് ഉണ്ട്, 2 6 -4 പിന്നെ 3 9 -6. ഇവര്
ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ് എന്താണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും ലീനിയർ ഡിപ്പെൻഡൻസി എന്നാൽ ഇതിന്റെ ലീനിയർ കോമ്പിനേഷനിൽ നമുക്ക് സീറോനോട് ഇക്വേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പം നമ്മൾ എടുക്കുന്ന ആൽഫ ഇവിടെ ഇപ്പോൾ രണ്ട് ടേമുകൾ, അപ്പൊ ആൽഫ 1 ആൽഫ 2. അപ്പോൾ ആൽഫ 1 ആൽഫ 2 സീറോ അല്ലാത്ത ഒരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ ഇത് നമുക്ക് ലീനിയർലി ഡിപ്പെൻഡന്റ് എന്ന് പറയാം. ഇപ്പം ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ സീറോനോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ നോക്കാം, ഇവിടെ നമ്മളെ സ്കാലാസ് ആയിട്ട് നമ്മൾ എയും ബി ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എ ഇൻറ്റു ഫസ്റ്റ് എലമെന്റ് പ്ലസ് ബി ഇൻറ്റു സെക്കൻഡ് എലമെന്റ് ഈക്വൽ ടു സീറോനോട് ഇക്വേറ്റ് ചെയ്തു. അപ്പൊ ഇതിനെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2a പ്ലസ് 3b വരും അല്ലെ. 2a പ്ലസ് 3b അതുപോലെ 6a പ്ലസ് 9b. നമുക്ക് ഇത് ആയിട്ട് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിമ്പിൾസ് ആണ് അല്ലെ. കുറച്ച് അൽജിബ്രിക് എക്സ്ചേഞ്ചുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ, അപ്പൊ നമുക്ക് ഇത് ഈക്വൽ ടു സീറോനാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പൊ 2a പ്ലസ് 3b ഈക്വൽ ടു 0, 6a പ്ലസ് 9b ഈക്വൽ ടു 0, മൈനസ് 4a മൈനസ് 6b is equal to 0 അല്ലെ. ഇവിടെ -4 -6 ആണ്. എന്നിട്ട് നമ്മൾ ഇതിനെ സോൾവ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2a പ്ലസ് 3b സീറോനോട് ഇക്വേറ്റ് ചെയ്ത് ഈ സാധനത്തിനൊക്കെ നമ്മൾ സീറോനോട് ഇക്വേറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പൊ 2a പ്ലസ് 3b ഈക്വൽ ടു 0 ആണ്. അവിടുന്ന് a is equal to -3/2b എന്ന് വരും. അപ്പൊ നോക്കാം, a is equal to -3/2b ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടി. അതായത് ഇതിനെ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ ബിക്ക് ഞാനിപ്പോ 1 കൊടുത്തു. അപ്പൊ a is equal എന്താ വരിക -3/2. അപ്പൊ b is equal to 1 a is equal to -3/2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനെ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എക്കും ബിക്കും നമുക്ക് നോൺ സീറോ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കാണാൻ പറ്റി അല്ലെ. ആ എയും ബിയും ഒരുമിച്ച് സീറോ ആണ്, എയും ബിയും ബോത്ത് സീറോ ആണെങ്കിൽ മാത്രം അങ്ങനെ ഒരു പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ മാത്രമേ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുള്ളൂ. എങ്കിലേ നമ്മൾ അതിനെന്ത് പറയാം, ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റി, ഇവിടെ വേറൊരു സൊല്യൂഷൻ ഉണ്ട്. കാരണം a is equal to -3/2b എന്ന് നമുക്ക് ഇവിടെ സൊല്യൂഷൻ കിട്ടിയത് അല്ലെ. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഞാൻ ബിക്ക് 1 എന്ന് കൊടുത്തു. അപ്പൊ a is equal to -3/2. അപ്പൊ ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട്. ബിക്ക് ഏത് വാല്യൂ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്ക് ഇവിടെ ഒരു വാല്യൂ ഉണ്ടാവും അല്ലെ. അത് ഇവിടെ എക്കും ബിക്കും പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്ത് കിട്ടും, സീറോയിലേക്ക് ഈ വെക്ടേഴ്സിനെ ലീനിയർ കോമ്പിനേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായി, അപ്പൊ there exists a non-zero value for a and b satisfying ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലീനിയർ കോമ്പിനേഷൻ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്കും ബിക്കും ഒരു നോൺ സീറോ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ ഇതെന്താണ്, ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. അടുത്ത പ്രോബ്ലം അങ്ങനെ തന്നെയാണ്. 1 2 3 4 എലമെന്റ്സ് ഉള്ള R3 ഒരു സബ്സെറ്റ് എടുത്തു. അപ്പം കുറച്ചും കൂടി നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഒന്നും വലുതാവും, അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ ഇക്വേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്കേലാസ് എ ബി സി ഡി 4 സ്കേലാസിന്റെ സൊല്യൂഷൻ കാണണം, അത്രയേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിമിലർലി നമ്മളിത് മൂവ് ഓൺ ചെയ്യാണ്. ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ഇവിടെ എടുത്തു, എന്നിട്ട് ഇക്വേഷൻ ഫോം ചെയ്യുന്നു. എ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3a പ്ലസ് ബി പ്ലസ് സി ഫസ്റ്റ് എലമെന്റ് എങ്ങനെയാ വരിക. സിമിലർലി മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 ഇക്വേഷൻ കിട്ടുന്നുണ്ട്. 3a പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0, -2a പ്ലസ് ബി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 0, 5a പ്ലസ് സി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് 3 ഇക്വേഷൻ കിട്ടും. 1 2 3 ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് പറയാം, b is equal to 2a എന്നും c is equal to -5a എന്നും നമുക്ക് എന്താ ഈ ഇക്വേഷൻസ് നമ്മൾ ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ ഈ ഇക്വേഷനിൽ സിന്റെ കോഎഫിഷ്യന്റ് 1 ഉള്ളൂ. അപ്പൊ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സി പോവും. അപ്പൊ അങ്ങനത്തെ ഒരു യൂഷ്വൽ ആൽജിബ്രിക് മെത്തേഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളൂ. ഓക്കെ, +2 മാത്സ് ആണ്, അതാണ് ഡീപ്പിലേക്ക് പോകാത്ത. ഓക്കെ, നിങ്ങൾ നോക്കുക എങ്ങനെയാണ് സോൾവ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക, b is equal to 2a എന്നും c is equal to -5a എന്നും കിട്ടി അല്ലെ. ആൻഡ് d is equal to 0. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നതാണ് അല്ലെ. d is equal to 0 എന്നും b is equal to 2a, c is equal to -5a. അപ്പൊ ശ്രദ്ധിച്ചു നോക്ക്, ഇവിടെ എക്ക് ഞാൻ 1 കൊടുത്തു. എക്ക് ഞാൻ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ b is equal to 2, c is equal to -5, d is equal to 0. അപ്പോൾ എയും ബിയും സിയും ഡിയും എല്ലാം കൂടി ഒപ്പനും 0 എന്നല്ലാത്തൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടി. അതിന്റെ അർത്ഥം എന്താ, അത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ് കിട്ടി അല്ലെ. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബിയും സിയും ഡിയും ഒപ്പനും 0 ആണ്. ഇവിടെ ഡി 0 ആണ്, പക്ഷെ എക്കും ബിക്കും സിക്കും നോൺ സീറോ വാല്യൂ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്ത് പറയാം, ഇത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ് കിട്ടും. ഓക്കെ, ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നോക്കാം.
ഇതേപോലെ തന്നെ സിമിലർലി 1 2 3 R4 ഒരു എലമെന്റ് തരുന്നു. അപ്പൊ നമുക്ക് 1 2 3 എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആൽഫ ബീറ്റ ഗാമ 3 എന്താ സ്കേലാസ് ആണ് നമുക്ക് വേണ്ടി വരിക. ആ 3 സ്കേലാസ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. ഇതേപോലെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഗാമയ്ക്കും ഉള്ള സൊല്യൂഷൻ നോക്കുന്നു. അപ്പൊ നമുക്ക് അവസാനം കിട്ടുന്ന എന്താണ്? ആൽഫ 0 ബീറ്റ 0 ഗാമ 0 അതുപോലെ ആൽഫ ബീറ്റ ഗാമ 0 എന്ന് പറഞ്ഞ സൊല്യൂഷൻ മാത്രം നമുക്ക് കിട്ടുള്ളൂ. ജസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഡീപ്പിലേക്ക് പോകാത്തത്. അപ്പൊ ഇതേപോലെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുക, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പിന് വാല്യൂ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ മെയിൻ ത്രെഡ്. എന്താണ് ഡിപ്പെൻഡൻസി ഇൻഡിപെൻഡൻസിയും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യുക? ലീനിയർ കോമ്പിനേഷൻ എടുക്കുക, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ സ്കാലാസിന്റെ സൊല്യൂഷൻ കാണുക. അപ്പൊ നമുക്ക് ആൽഫയും ബീറ്റയും ഗാമ 0 മാത്രമാണ് കിട്ടുന്നതെങ്കിൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ ഇതുവരെ നമ്മൾ മാക്സിമം നമ്പേഴ്സ് വെച്ചിട്ട് R1 R2 R3 Rnകളുടെ എക്സാമ്പിൾ ഒക്കെയാണ് നോക്കിയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നമുക്ക് നമ്മളെ വെക്ടേഴ്സിലെ എലിമെന്റ്സ് എന്താവാം? ഫംഗ്ഷൻസും ആവാം അല്ലെ? സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആയിരുന്നു? അത് ഒരു വെക്ടർ സ്പേസിന് എക്സാമ്പിൾ ആയിരുന്നു. അപ്പൊ ഞാനിവിടെ ഫംഗ്ഷൻസ് എടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഫംഗ്ഷൻ e⁻t-യും e⁻2t-യും ലീനിയർലി ഇൻഡിപെൻഡന്റ് C01 എന്താണ്? 01 ഡിഫൈൻ ചെയ്തിരിക്കുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡൊമൈൻ ക്ലോസ് ഇന്റർവൽ 01 ഡിഫൈൻ ചെയ്തിരിക്കുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ സെറ്റിലെ രണ്ട് എലമെന്റ് ആണ് e⁻t-യും e⁻2t-യും അല്ലെ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ എന്താണ്? കണ്ടിന്യൂസ് ആണ് അല്ലെ? അപ്പൊ അവിടെ എവിടെയും ഡിസ്കണ്ടിന്യൂറ്റി ഒന്നുമില്ല എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അല്ലെ? അപ്പൊ e⁻t-യും e⁻2t-യും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ഇത് ലീനിയർ കോമ്പിനേഷൻ ആക്കിയതാണ്. ഈ രണ്ട് ഫംഗ്ഷന്റെ എന്താണ് കാണേണ്ടത്? ഇൻഡിപെൻഡൻസി ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, ഡിപെൻഡൻസി ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ആൽഫയും ബീറ്റയും എടുത്തു, അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി ചെയ്യുന്നു, 0 ചെയ്യുന്നു. ഓക്കെ, അവിടെയാണ് നമ്മുടെ മെയിൻ പോയിന്റ്. എന്നിട്ട് നമ്മൾ എന്ത് ഓൾ വാല്യൂസ് ഓഫ് t01 01ലാണ് അതിന്റെ ഡൊമൈൻ കിടക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഒറ്റ ഇക്വേഷനേ ഉള്ളൂ അല്ലെ? അപ്പൊ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് രണ്ട് വേരിയബിൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കൂടി വേണം. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷനും രണ്ട് വേരിയബിൾ ആയാലും നമുക്ക് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ടാകുന്നു. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷനായി. ആ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ ബീറ്റന്റെ വാല്യൂ സൊല്യൂഷനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പം ആൽഫ ഇൻ e⁻t പ്ലസ് ബീറ്റ ഇൻ e⁻t ഈസ് ഈക്വൽ ടു 0. ലീനിയർ കോമ്പിനേഷൻ 0 ആക്കി ഈ ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ആൽഫനെ e⁻t ആൽഫ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ബീറ്റ ഇൻ e⁻t 2t ഉള്ളതുകൊണ്ട് 2 പുറത്തേക്ക് വരും. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ ആൽഫ e⁻t പ്ലസ് 2 ഇൻറ്റു ബീറ്റ e⁻t ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു ആയല്ലോ. ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ഇതാ ഈ രണ്ട് ഇക്വേഷൻ ഈ ടേം സെയിം ആണ്. അപ്പൊ 2 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേം അങ്ങോട്ട് പോയി കിട്ടും. അപ്പൊ നമുക്ക് ബാക്കി ഉണ്ടാവുക ബീറ്റ e⁻t ഈസ് ഈക്വൽ ടു 0 ആണ്. e⁻t എന്താ? ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ 0ലേക്ക് പോവില്ല. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ വാല്യൂ 0ലേക്ക് പോകുന്നത് നമ്മൾ ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ എടുക്കുന്ന e⁻∞ ഒക്കെ 0ലേക്ക് പോയാലേ ഉള്ളൂ. അപ്പൊ അതിനും ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് e⁻∞ 0ലേക്ക് പോയാലേ ഉള്ളൂ. അപ്പോ e⁻2t എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവില്ല. അപ്പൊ ഇത് 0 ആണെങ്കിൽ ഒറ്റ ചാൻസേ ഉള്ളൂ, അവിടെ ബീറ്റ 0 ആണ്. ഓക്കെ, ഇതിന്ന് സെക്കൻഡിന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം പോയി, ബാക്കി നമുക്ക് ഉണ്ടാവുക 2b e⁻2t ഒരു b e⁻2t പോയി കഴിഞ്ഞാൽ ബാക്കി ഒറ്റ b e⁻2t ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് 0ലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കുക, ബീറ്റ ഒരു സ്കേലാർ ആണ്, ഏത് വാല്യൂസും വരാം. ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഒരിക്കലും 0ലേക്ക് വരില്ല. ഒന്ന് ഒറ്റ ലിമിറ്റിംഗ് കണ്ടീഷൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ. t ഗോയിങ് ടു -∞ പോകുമ്പോഴേ 0 എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിവിടെ t എന്ത് പറഞ്ഞിട്ടുണ്ട്? t എലമെന്റ് ഓഫ് 01 അല്ലെ? നമ്മൾ എടുക്കുന്ന ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ 01 ആണ്. അപ്പൊ ന്റെ വാല്യൂ 01ലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 01 എന്തായാലും e⁻2t എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 എടുക്കില്ല. b ഇൻറ്റു e⁻2t 0 ആണെങ്കിൽ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, അവിടെ ബീറ്റ ഇൻറ്റു e⁻2t ഈക്വൽ ടു 0 ആവുന്നത് ഒറ്റ കണ്ടീഷനിലേ ഉള്ളൂ. അവിടെ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, എന്ത്? ബീറ്റ 0 വാല്യൂ വേണം. അപ്പൊ നമുക്ക് ഇക്വേഷൻ ബീറ്റ ഈസ് ഈക്വൽ ടു 0 കിട്ടി. ഇനി ബീറ്റ ഈസ് ഈക്വൽ ടു 0 നമ്മൾ ഇവിടെ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആൽഫ e⁻t 0 ആയി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ബീറ്റ 0 ആയി കഴിഞ്ഞാൽ ഇത് 0 ആയില്ലേ? ആൽഫ e⁻t 0 ആയി. അപ്പൊ e⁻t എവിടെയും 0 ആവില്ല, നമ്മളെ t 0 അപ്പൊ ഈ ഫംഗ്ഷൻ 0 ആവണമെങ്കിൽ ആൽഫ 0 ആകുമ്പോൾ മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഈ ലീനിയർ കോമ്പിനേഷൻ 0നോട് ഇക്വേറ്റ് ചെയ്യാൻ നമുക്ക് ആൽഫയും ബീറ്റയും 0 ആവണമെന്ന് പറഞ്ഞൊരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ.
ഓക്കെ, അപ്പൊ എന്തായി? നമ്മളെ ലീനിയർ കോമ്പിനേഷൻ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ സൊല്യൂഷനിൽ സീറോ ആക്കണമെങ്കിൽ നമുക്ക് ആൽഫയും ബീറ്റയും നമ്മളെടുത്ത രണ്ട് ലീനിയർ കോമ്പിനേഷനുകളും സീറോ ആവണം. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളെടുത്ത രണ്ട് ഫങ്ഷൻസുകൾ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഫംഗ്ഷൻ R1 R2 ചർച്ച ചെയ്തു, ഫംഗ്ഷൻ ചർച്ച ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞു പോളിനോമിയൽ സെറ്റ് ഓഫ് പോളിനോമിയൽ Pn ഉം P2 ഒക്കെ അല്ലെ. P2 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പോളിനോമിയൽ അപ് ടു ഡിഗ്രി 2 ആണ്. അങ്ങനെയുള്ള പോളിനോമിയലിന്റെ വെക്ടർ സ്പേസ് അത് സെറ്റ് എന്ന് പറഞ്ഞ ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. അപ്പോൾ P2 എന്ന് പറഞ്ഞ വെക്ടർ സ്പേസ് ഞാൻ മൂന്ന് പോളിനോമിയൽ എലമെന്റ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോളിനോമിയൽ 1+x, സെക്കൻഡ് x+x², തേർഡ് x²+1 അല്ലെ. അപ്പൊ മൂന്ന് പോളിനോമിയൽ. ഈ മൂന്ന് പോളിനോമിയൽ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യാനാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഒന്നുമില്ല, നമ്മൾ ഡിപ്പെൻഡൻസി ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യാൻ നമ്മൾ എന്തെടുക്കണം? ലീനിയർ കോമ്പിനേഷൻ എടുക്കണം. ലീനിയർ കോമ്പിനേഷൻ എടുക്കാൻ ആൽഫ ബീറ്റ ഗാമയാണ് എന്റെ മൂന്ന് സ്കേലാർസ്. അപ്പൊ ആൽഫ ഇൻറ്റു 1+x പ്ലസ് ബീറ്റ ഇൻറ്റു x+x² പ്ലസ് ഗാമ ഇൻറ്റു തേർഡ് ടേം x²+1 ഈസിക്കൽ 0ലേക്ക് എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ ഉള്ളോട്ട് ഗുണിക്കുകയാണ്. അപ്പൊ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ഗാമ x² 0 ഇക്വേഷൻ കിട്ടും. പിന്നെ ആൽഫ എക്സ് പ്ലസ് ബീറ്റ x² പ്ലസ് ഗാമ എക്സ്, ആ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാം അല്ലെ. ഇത് ഉള്ളോട്ട് ഗുണിക്കുന്നേ ഉള്ളൂ അല്ലെ, വേറെ ഒരു പ്രശ്നങ്ങളില്ല. അപ്പൊ ആൽഫ പ്ലസ് ഗാമ, ഇവിടെ ആൽഫന്റെ 1 ഉണ്ടാവും, അതുപോലെ ഗാമേനെ ഇവിടെ 1 ചെയ്തു അല്ലെ. അപ്പൊ ആൽഫ പ്ലസ് ഗാമ പ്ലസ് എക്സ് ഇൻറ്റു നമ്മൾ ചെയ്തെന്ന് എക്സിന് പുറത്തേക്ക് എടുക്കാണ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് x² ഇൻറ്റു ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ 0. ജസ്റ്റ് ആൽജിബ്രിക് ഫോർമുലയിൽ കൂടെ നമ്മളിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, സിമ്പിൾ +2 മാത്സ്. അപ്പോൾ ആൽഫ പ്ലസ് ഗാമ ഈക്വൽ 0 നമുക്ക് ഇവിടെ വരണം. കാരണം എന്താ, ഇത് ഈക്വൽ 0 പറഞ്ഞാൽ ഈ മൂന്ന് സാധനങ്ങളും 0ലേക്ക് പോകണം അല്ലെ, ആഡ് ചെയ്യുന്നൊക്കെ. അപ്പൊ ആൽഫ പ്ലസ് ഗാമ ഈക്വൽ 0ലേക്ക് പോകണം. അതേപോലെ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ 0 എന്ന് പോകുന്നു. അതേപോലെ ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ 0. ഈ മൂന്ന് ചാൻസേ ഇവിടെ ഉള്ളൂ അല്ലെ. നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളെ സെക്കൻഡ് ഇക്വേഷനിൽ ആൽഫയും ഉണ്ട് ഗാമയും ഉണ്ട് ആണല്ലോ. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് രണ്ട് ഫസ്റ്റ് ഇക്വേഷനിലും സെക്കൻഡ് ഇക്വേഷനിലും എന്തുണ്ട്? ആൽഫകൾ ഉണ്ട് അല്ലെ. അപ്പോൾ ഈ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്ത് ആൽഫ പോയി കിട്ടി, ബാക്കി ബീറ്റ മൈനസ് ഗാമ 0 എന്ന് വരും. എന്നിട്ട് ഇതിനെ ഞാൻ തേർഡ് കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഗാമയും പ്ലസ് ഗാമയും കട്ട് ചെയ്ത് പോയി. അപ്പൊ 2b = 0 എന്ന് കിട്ടി. അതായത് ബീറ്റ = 0 എന്ന് വരും. ഇനി ബീറ്റ 0 ആയി കഴിഞ്ഞാൽ ബി മൈനസ് ഗാമ 0 ആയിട്ട് ഗാമയും 0 ആണ്. ഇനി ഗാമ 0 ആയി കഴിഞ്ഞാൽ ആൽഫയും 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ സെറ്റ് ഓഫ് പോളിനോമിയൽ, നമ്മൾ എടുത്ത മൂന്ന് പോളിനോമിയൽസിനെ ലീനിയർ കോമ്പിനേഷൻ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ സ്കേലാർസ് മൊത്തം 0ലേക്ക് എടുക്കണം. അതായിരുന്നു നമ്മളുടെ ലീനിയർ ഇൻഡിപെൻഡൻസിന്റെയും ഇൻഡിപെൻഡൻസിന്റെയും എന്താണ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ ലീനിയർ ഇൻഡിപെൻഡൻസിന്റെ ഡെഫിനിഷൻ എന്ത്? എല്ലാ ആൽഫകളും 0 ആണെന്ന്. എല്ലാ ഇവിടെ എടുത്തിരിക്കുന്ന ആൽഫകൾ, ആൽഫ ബീറ്റ ഗാമകളൊക്കെ 0ലേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ലീനിയർ ലീനിയർ കോമ്പിനേഷൻ പഠിച്ചു. അപ്പൊ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എന്തിനാ പഠിച്ചത് മനസ്സിലായല്ലോ. നമുക്ക് വെക്ടേഴ്സിന്റെ ഇൻഡിപെൻഡൻസും ഡിപെൻഡൻസും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്? ലീനിയർ കോമ്പിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെ. ലീനിയർ കോമ്പിനേഷൻ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഡിപെൻഡൻസി ഇൻഡിപെൻഡൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു വെക്ടർ സ്പേസ് എങ്ങനെ മൊത്തമായിട്ട് കൺസ്ട്രക്ട് ചെയ്യാം, അല്ലെ ഒരു വെക്ടർ സ്പേസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ എന്താണ് വേണ്ടത്? ആ ഒരു സെറ്റ്, ഏതെങ്കിലും ഒരു സെറ്റ് ഉപയോഗിച്ച് നമുക്ക് മൊത്തം വെക്ടർ സ്പേസിനെ ലീനിയർ സ്പാൻ ചെയ്തും ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്ര കാര്യം ഇത് നമ്മൾ ചർച്ച ചെയ്ത ടോപ്പിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് പറയാൻ പോകുന്നത്. അതിലേക്ക് അങ്ങോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്.